ഹായ് പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്തേ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു യോഗ പരിശീലനം നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത്. ചെറിയ തോതിലുള്ള ഒരു യോഗ നമുക്ക് എങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തി, മനസ്സിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാം. ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു തന്നുകൊണ്ട് തുടങ്ങാം. നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഇന്നത്തെ കാലത്ത് അനുയോജ്യമായ ഒന്നാണ് യോഗ പരിശീലനം. അത് നമുക്ക് യോഗ പരിശീലനം നമ്മുടെ ബോഡി മൊത്തവും റിലാക്സ് ചെയ്യുന്നു, ജോയിൻ്റ് എല്ലാം ലൂസാക്കി നമ്മുടെ ശരീരവേദനകൾ ഇല്ലാതാക്കുന്നു, ജീവിതശൈലി രോഗങ്ങൾക്ക് നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം നമുക്ക് ആദ്യം ചെയ്യുന്നത്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കണ്ണിൻ്റെ എക്സസൈസുകളാണ്. അതിൽ ആദ്യം നമ്മളൊന്ന് പ്രാർത്ഥനയുണ്ട്. യോഗ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ യോഗ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഫലപ്രദമാകട്ടെ നമ്മൾ ചെയ്യുന്നതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. അതിനുശേഷം നമുക്ക് നട്ടെല്ലാം നിവർന്നിരിക്കണം. എങ്ങനെയാണ് നിങ്ങൾക്ക് കസേരയിലാണ് ഇരിക്കുന്നെങ്കിൽ കസേരയിലിരിക്കാം, അല്ലെങ്കിൽ തറയിലാണെങ്കിൽ തറയിൽ. നട്ടെല്ലാം നിവർന്നിരിക്കണമെന്ന് മാത്രം. നമ്മൾ കസേരയിലിരുന്നാലും കൂനിയിരിക്കരുത്. യോഗ ചെയ്യുമ്പോൾ എപ്പോഴും നട്ടെല്ലാം സ്ട്രെയിറ്റ് ആക്കി സിറ്റ് സ്ട്രെയിറ്റ്, നല്ല പൊസിഷനിലിരിക്കുക. മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാകട്ടെ. എല്ലാവരുടെയും മുഖത്ത് നല്ലൊരു പുഞ്ചിരി. എപ്പോഴും സ്ട്രെസ് ചെയ്തല്ല ഒന്നും ചെയ്യുന്നത്, നമ്മൾ റിലാക്സേഷന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വേദനയില്ലാതെ നമ്മളൊന്ന് മുഖത്ത് നല്ലൊരു പുഞ്ചിരിയോടുകൂടി നമുക്ക് ചെയ്തു തുടങ്ങാം. ആദ്യം ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് കണ്ണിൻ്റെ എക്സസൈസുകളാണ്. കണ്ണിൻ്റെ ആരോഗ്യം നമുക്ക് എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്താം. തിമിരം വന്നു കഴിഞ്ഞാൽ നമുക്ക് സർജറി മാത്രമേ ഉള്ളൂ ഫലപ്രദമായിട്ടുള്ള. അല്ലാതെ കണ്ണിൻ്റെ ഞരമ്പുകളെ ബാധിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഒരുവിധം കണ്ണിൻ്റെ എക്സസൈസ് കൊണ്ട് സാധിക്കും, മാറ്റപ്പെടുവാൻ സാധിക്കും. കണ്ണിൻ്റെ എക്സസൈസുകൾ എന്ന് പറയുമ്പോൾ കണ്ണിനെ തലച്ചരിക്കാതെ കൃഷ്ണമണി കൊണ്ട് ചെയ്യുന്ന എക്സസൈസുകളാണ് കണ്ണിന് കൂടുതലായിട്ടുള്ളത്, എഫക്റ്റീവായിട്ട് വരുന്നത്. കണ്ണിനകത്ത് BP ഇറങ്ങും, ഷുഗർ ഇറങ്ങും. ഇതെല്ലാം നിങ്ങൾക്ക് അറിവുള്ള കാര്യങ്ങളാണ്. ഇന്നത്തെ കാലത്ത് മൊബൈലിൻ്റെ ഉപയോഗം, കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗം ഒരുപാടുള്ള കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ നമുക്ക് നമ്മുടെ ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം, നിത്യവും ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് തന്നെ മാറ്റം അനുഭവിച്ചറിയാൻ പറ്റും. ഇപ്പം നിങ്ങളുടെ കണ്ണിന് എത്ര കാഴ്ചശക്തിയാണോ ഇത് ചെയ്തു തുടങ്ങുമ്പോൾ അത് തന്നെ കുറേ നാളത്തേക്ക് അത് തന്നെ നിലനിർത്തി മുന്നോട്ട് പോകാൻ സാധിക്കും. ലേറ്റസ്റ്റായിട്ട് സർജറി കഴിഞ്ഞവർ കണ്ണിൻ്റെ ഈ അടുത്ത സമയത്ത് എന്തെങ്കിലും സർജറി കഴിഞ്ഞിട്ടുണ്ടല്ലോ, കണ്ണിൻ്റെ എക്സസൈസുകൾ ചെയ്യാൻ പാടില്ല. ഒരു സർജറിക്ക് ശേഷം ഒരു 6 മാസം കഴിഞ്ഞാൽ കണ്ണിൻ്റെ എക്സസൈസുകൾ ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് നോക്കാം. ആദ്യം നമ്മളെ ശരീരം ഒന്ന് കൂളാവാൻ വേണ്ടി നമുക്ക് നോർമൽ സ്ഥിതിയിൽ സ്ട്രെയിൻ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് ശ്വാസം എടുത്തിടാം. 3 പ്രാവശ്യം കണ്ണുകളടച്ച് പൂർണ്ണമായും നട്ടെല്ലാം നിവർന്നിരുന്ന കണ്ണ് തുറന്ന് പിടിക്കാം. ഒന്നാമത്തെ എക്സസൈസ്, കണ്ണിൻ്റെ കൃഷ്ണമണി നല്ലവണ്ണം തുറന്ന് പിടിക്കുക. കണ്ണ് നല്ലവണ്ണം തുറന്ന് പിടിക്കുക. എന്നിട്ട് ഫസ്റ്റ് മൂവ്മെൻറ്റ് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് കാണാമെന്ന് വിചാരിക്കുന്നു. മേളിലോട്ട് നോക്കാം. അപ്പ് ഡൗൺ, വീണ്ടും അപ്പ് ഡൗൺ, ഒന്നുകൂടെ അപ്പ് ഡൗൺ, ഒന്നുകൂടെ അപ്പ് ഡൗൺ. അങ്ങനെ 5 പ്രാവശ്യം ചെയ്യണം. ഇനി ലെഫ്റ്റ് കോർണർ, റൈറ്റ് കോർണർ, ലെഫ്റ്റ് കോർണർ, റൈറ്റ് കോർണർ. വീണ്ടും ലെഫ്റ്റിലോട്ട് നോക്കാം, റൈറ്റിലോട്ട് സാവധാനം, വീണ്ടും ലെഫ്റ്റിലോട്ട്, റൈറ്റിലോട്ട്. ഇനി നമുക്ക് കൃഷ്ണമണി ഒന്ന് കറക്കിയെടുക്കാം ക്ലോക്ക് വൈസ്. ഇങ്ങനെ നമ്മളൊരു വൃത്തം വരയ്ക്കുക കൃഷ്ണമണിയും കൊണ്ട്. ആ രീതിയിൽ നോക്കുക. വലത്തോട്ട് വരയ്ക്കുക ആദ്യം. എല്ലാം ഓരോ സെക്ഷനും 5 പ്രാവശ്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇങ്ങനെ കറക്കിയെടുത്തുകൊണ്ട് വരാം. തിരിച്ചും കറക്കിയെടുക്കാം. 1 2 3 4 5. സാവധാനം കൈകളും മാറ്റി കണ്ണൊന്ന് ചിമ്മി തുറക്കുക. അതിനുശേഷം കൈകൾ രണ്ടും നമുക്ക് തമ്പ് കാണാവുന്ന തരത്തിൽ കോണോട് കോൺ എന്ന് പറയും, കോർണർ ടു കോർണർ പിടിക്കുക. ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് താഴെ തമ്പിലോട്ട് നോക്കുക. 1 2 1 2 1 2 1 2. അടുത്തത് തിരിച്ച് പിടിക്കണം, തമ്പ് കാണത്തക്ക വിധത്തിൽ. 1 2 1 2 1
2. അതിനുശേഷം കൈകൾ നന്നായി ഈ ഭാഗം നല്ല ചൂട് വരുന്നിടം വരത്തില്ല. നമുക്ക് തിരുമിയാൽ നല്ല ചൂട് വരും. നല്ല കൈകൾ തണ്ടും നല്ലവണ്ണം റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്തതിന് ശേഷം കൈകൾക്ക് മുകളിൽ, കണ്ണുകൾക്ക് മുകളിൽ ഈ ഷേപ്പിലാക്കിയിട്ട് കണ്ണുകൾക്ക് മുകളിലായിട്ട് പിടിച്ചിട്ട് ആ ചൂട് പകർന്നു നൽകാം. ശ്വാസം എടുത്ത് വിടണം 3 പ്രാവശ്യം. ആ കൈകൾ മുഖത്ത് ഒന്ന് മസാജ് ക്ലോക്ക് വൈസ് 3 പ്രാവശ്യം, തിരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് 3 പ്രാവശ്യം ഒന്ന് മസാജ് ചെയ്ത് തിരിച്ച്. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഇത് ചെയ്ത് നോക്കുമല്ലോ.